The angles of a pentagon are an arithmetic sequence. Prove that its smallest angle is greater than 36. ഒരു പഞ്ചഭുജത്തിന്റെ കോണുകൾ സമാന്തര ശ്രേണിയിലാണ്. അതിൽ ഏറ്റവും ചെറിയ കോണിന്റെ വലുപ്പം 36 ഡിഗ്രിയിൽ കൂടുതലാണെന്ന് തെളിയിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞു ഈ പഞ്ചഭുജത്തിലെ കോണുകളെല്ലാം സമാന്തര ശ്രേണിയിലാണ്. അപ്പൊ ഞാൻ അതിന്റെ സമാന്തര ശ്രേണിയിലെ ടേമുകൾ എഴുതി. ചെറിയ കോണിനെ എക്സ് എന്ന് എടുത്തു, ദെൻ കോമൺ ഡിഫറൻസ് ഡി കൂട്ടി കൂട്ടി പോയി അഞ്ച് കോണുകൾ. പഞ്ചഭുജത്തിന് 5 കോണുകൾ ഉണ്ടാവും. അപ്പൊ 5 കോണുകൾ. ഇനി ഈ പഞ്ചഭുജത്തിന്റെ 5 കോണുകൾ കൂട്ടിയാൽ നമുക്ക് 540 എന്ന് കിട്ടും. അതിങ്ങനെയാണ് കാണുന്നത്, n-2 × 180. സം ഓഫ് ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് n-2 × 180 ആണ്. എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ എണ്ണാണ്, അതിവിടെ 5 ആണ്. ദെൻ 5 - 2 × 180, ദാറ്റ് ഇസ് 3 × 180, ദാറ്റ്സ് 540. ഓക്കെ, അപ്പൊ പഞ്ചഭുജത്തിന്റെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 540 ആണ്. ഓക്കെ, അപ്പൊ ഈ കോണുകളെല്ലാം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 540 കിട്ടും. ഓക്കെ, അതിൽ ആദ്യം ഞാൻ എക്സുകളൊക്കെ കൂട്ടി, അപ്പൊ നമുക്ക് 5x കിട്ടി. ദെൻ ഡികളൊക്കെ കൂട്ടി, അപ്പൊ 10d എന്ന് കിട്ടി, 540. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ചെറിയ കോണ് 36-ൽ കൂടുതലാണ് തെളിയിക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ 36 എന്ന് എടുത്തു. ഓക്കെ, 36 എന്ന് എടുത്തു. അപ്പൊ 36, എക്സിന് 36 കൊടുക്കുക. 5 × 36 + 10d. 5 × 36 180 കിട്ടും. 6 5 30, 3 15, 3 18. ആ 180 അപ്പുറത്തോട്ട് കൊണ്ടുപോവാ. അപ്പൊ 10d = 540 - 180, 360 കിട്ടും. ദെൻ ഈ 10 അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഹരിക്കാനാവും. അപ്പൊ d = 360/10, and that is 36. ഇനി നമുക്ക് കോണുകളൊന്ന് എഴുതി നോക്കാം. 36, 72, 108, 144, 180. പക്ഷേ ഒരിക്കലും ഒരു പഞ്ചഭുജത്തിന് അല്ലെങ്കിൽ ഒരു പോളിഗന്റെ കോണ് 180 വരില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ കുറെ ഇങ്ങനെ വരച്ചു. 1 വര വരച്ചു, 2 വര വരച്ചു, 3 വര വരച്ചു, ദെൻ 4ാമത്തെ വരെ ഇങ്ങനെ വരച്ചു, ദെൻ 5ാമത്തെ വരെ 180 എന്ന് പറഞ്ഞാൽ അത് ഇവിടുന്ന് പിന്നെയും സ്ട്രൈറ്റ് ലൈൻ ആയിട്ടല്ലേ പോവാ, അല്ലെ? അപ്പോഴല്ലേ അത് 180 ആവുക. അപ്പൊ ഇത് പെന്റഗൺ ആവോ? ഇവിടെ ഓപ്പൺ ആയില്ലേ, ഇത് പോളിഗൺ ആവോ? ഇല്ല. അപ്പൊ അത് 180 വരാൻ പറ്റില്ല. 180, 180 is a straight line, therefore these angles cannot be a pentagon. ഈ ആംഗിളുകൾ എന്താവില്ല? പെന്റഗൺ ആവില്ല, സമാന്തര ശ്രേണിയിലാവില്ല. The smallest angle of a pentagon is greater than 36. അപ്പോ ഈ d എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം? കുറഞ്ഞു കിട്ടണം. അതിനെന്ത് ചെയ്യണം? ഇവിടെ 36-നേക്കാൾ കൂടുതലാവണം. അപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വലിയ സംഖ്യ കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസും കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് 540 കിട്ടുന്ന രീതിയിൽ കിട്ടും. ഓക്കെ, 180 ഒരു നേർരേഖയാണ്. അതുകൊണ്ട് ഈ കോണുകൾ പഞ്ചഭുജത്തിന്റെ കോണുകളാവില്ല. പഞ്ചഭുജത്തിന്റെ ചെറിയ കോൺ 36 ഡിഗ്രിയിൽ കൂടുതലാണ്.